ഇവിടെ പരിചയപ്പെടുത്താൻ പോകുന്നത് അസ്യൂസിൻ്റെ വിവോ ബുക്ക് K15 എന്ന് പറയുന്ന ലാപ്ടോപ്പാണ്. നീണ്ട നാളത്തെ ഒരു സെർച്ചിന് ശേഷം ഞാൻ ഇത് നമ്മുടെ ഫ്ലിപ്കാർട്ടിൽ 46,990 രൂപയ്ക്ക് കണ്ടു. അങ്ങനെ വാങ്ങിയതാണ്. ഇത് പെട്ടെന്ന് വാങ്ങാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഫീച്ചേഴ്സ് തന്നെയാണ്. അതായത് ഈ ഒരു ലാപ്ടോപ്പിന് ഏറ്റവും പ്രാധാന്യമായിട്ട് ഇതിൻ്റെ ഡിസ്പ്ലേ തന്നെയാണ് വരുന്നത്. ഡിസ്പ്ലേ എന്ന് പറഞ്ഞാൽ OLED ഡിസ്പ്ലേ ആണ്. OLED ഡിസ്പ്ലേ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാമല്ലോ, ഭയങ്കര ക്ലാരിറ്റി, നാച്ചുറൽ ക്ലാരിറ്റി ആയിരിക്കും. നമുക്ക് എന്ത് കാര്യങ്ങൾക്കായിരിക്കും ഗ്രാഫിക് ഡിസൈനോ എന്ത് ഫോട്ടോഷോപ്പോ കാര്യങ്ങൾ കിട്ടിയാൽ ട്രൂ കളറുകൾ നമുക്ക് ചെയ്യാൻ പറ്റും. അതുതന്നെയാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്ലസ് പോയിൻ്റ്. കൂടാതെ ഇതിൻ്റെ പ്രോസസ്സ് എന്ന് പറയുന്നത് Ryzen 7 ആണ്. Ryzen 7 ഒക്ടാകോർ പ്രോസസ്സറാണ് വരുന്നത്. അതുപോലെ തന്നെ 16 GB റാമുണ്ട്, 512 SSD, Windows 11 ഹോം എഡിഷനിൽ വരുന്ന ഒരു ലാപ്ടോപ്പാണിത്. ഇതിൻ്റെ വെയിറ്റ് പറയുകയാണെങ്കിൽ 1.80 ആണ് കമ്പനി പറയുന്നത്. ഓക്കെ, എന്തായാലും ലാപ്ടോപ്പ് പിടിച്ചത് കൊള്ളാം, നല്ല പ്രീമിയം ലുക്കാണ്. ഇതിൻ്റെ കൂടെ അടങ്ങിയിരിക്കുന്നത് കുറച്ച് റെഗുലറായിട്ടുള്ള സംഭവങ്ങൾ തന്നെയാണ്. ബ്രോഷറും കാര്യങ്ങളും, പിന്നെ എന്താണ് ഒരു ഇതെന്താണ് ഇത് ഇത് കുറേ സ്റ്റിക്കർ കാര്യങ്ങളാണ്. ഇത് പിള്ളേർക്ക് കളിക്കാൻ കൊടുക്കാം അല്ലേ, കൊള്ളാം. എന്തായാലും ലാപ്ടോപ്പ് കാണുമ്പോൾ തന്നെ നല്ല ലുക്ക് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിൻ്റെ Ryzen 7 ആണ് ഇതിനകത്തെ സീരീസ്. അതിൻ്റെ Ryzen പ്രോസസറിൻ്റെ സീരീസ് 5000U സീരീസ് പ്രോസസ്സറാണ് ഇതിന് വരുന്നത്. ബാറ്ററി ബാക്കപ്പ് പറയുകയാണെങ്കിൽ 4 hours ആണ് കമ്പനി അവകാശപ്പെടുന്നത്. കൂടാതെ ഇതിൻ്റെ നാനോ എഡ്ജാണ് ലാപ്ടോപ്പിനുള്ളത്. എന്തായാലും കൊള്ളാം സംഭവം. കളർ നല്ല പ്യുവർ ബ്ലാക്ക് അല്ല, ഒരു ലൈറ്റ് ഗ്രേയോട് കൂടിയ ഒരു ബ്ലാക്ക് കളറാണ്. ഇതിൻ്റെ ബാറ്ററി ചാർജർ വരുന്നത് 65 വാട്ട്സ് AC അഡാപ്റ്ററോട് കൂടിയ ചാർജറാണ് വരുന്നത്. 65 വാട്ട് ഫാസ്റ്റ് ചാർജിങ് ആണ് ഇതിനകത്ത് വരുന്നത്. ഏകദേശം വിത്തിൻ 1 hour ഇത് ഫുള്ളി ചാർജഡ് ആവുന്നതാണ്. ഓക്കെ, അതിൻ്റെ ലുക്ക് തന്നെ നോക്കിയാൽ നല്ല പ്രീമിയം ലുക്കാണ്. പിന്നെ 64 ബിറ്റാണ് ഇതിൻ്റെ OS വരുന്നത്. ഓപ്പറേറ്റിംഗ് സിസ്റ്റം Windows 11. പിന്നെ പോർട്ടുകൾ പറയുകയാണെങ്കിൽ മൈക്ക് ഉണ്ട്, USB പോർട്ട് 3.2 ഉണ്ട്, 1 A പോർട്ട് ഒരെണ്ണമുണ്ട്, അതിൻ്റെ C പോർട്ട്, പിന്നെ മൈക്ക് HDMI പോർട്ട് ഒരെണ്ണമുണ്ട്, പിന്നെ മൾട്ടി കാർഡ് സ്ലോട്ട് ഒരെണ്ണമുണ്ട്. ഇതെന്തായാലും കൊള്ളാം കേട്ടോ ലുക്ക്. ഇതിൻ്റെ കീബോർഡ് വരുന്ന ചിക്ലെറ്റ് കീബോർഡാണ്. ബാക്ക് ലൈറ്റോട് കൂടിയാണ് ഈ കീബോർഡ് വർക്ക് ചെയ്യുന്നത്. സ്ക്രീനിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഒന്നും പറയാനില്ല, അടിപൊളിയാണ്. ഇത് ഫുൾ HD റെസൊല്യൂഷൻ 1920x1080 16.9 ആസ്പെക്ട് റേഷ്യോയിൽ വരുന്ന ഗ്ലോസി ഫിനിഷോട് കൂടിയ സ്ക്രീനാണ്. ബിൽറ്റ് ഇൻ മൈക്രോഫോൺ ഉണ്ട്, സ്പീക്കർ വരുന്നുണ്ട്. സ്പീക്കർ സ്റ്റീരിയോ സ്പീക്കറാണ്. ഇത് ഹർമാൻ കാർഡ്രോൺ സൗണ്ട് ഡിസൈൻ ചെയ്യുന്ന സ്പീക്കറാണ്. എന്തായാലും ഇത് ഓണാക്കി നോക്കാം നമുക്ക്. ഒരു രക്ഷയില്ല കേട്ടോ, ഇത് വന്യ സ്മൂത്താണിത്.
ഈ പ്രൈസിന് കിട്ടുമെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചല്ല. അതായത് ഇതിൻ്റെ MRP കിടക്കുന്നത് 86,990 റുപ്പീസാണ് ഇതിൻ്റെ MRP എടുക്കുന്നത്. പക്ഷേ ഈ റൈസൺ 7 സീരീസ് ഇത്രയും റേറ്റ് കുറഞ്ഞ് കിട്ടുന്ന എനിക്ക് ഫ്ലിപ്കാർട്ട് നോക്കുമ്പോൾ ഈ റേറ്റ് കിടക്കുന്നു. ഞാൻ അതങ്ങ് വാങ്ങുകയും ചെയ്തു. എനിക്ക് ഈ ക്ലാരിറ്റി ഒരുപാട് ആവശ്യമുള്ളതുകൊണ്ട് ഞാൻ ഈ OLED ഞാൻ നോക്കിയാണ്. LED എന്തായാലും ഇതിൻ്റെ ഡിസ്പ്ലേ ക്ലാരിറ്റി ഒരു രക്ഷയില്ല കേട്ടോ. എന്തായാലും ഇതൊന്ന് ഓണാവട്ടെ, നമുക്ക് ഇതിൻ്റെ വീഡിയോ കാര്യങ്ങളൊന്ന് പ്ലേ ചെയ്ത് നോക്കാം. 1 ഇയർ ഓൺ സൈറ്റ് വാറണ്ടി പിന്നെ അസ്യൂസ് നൽകുന്നുണ്ട് കേട്ടോ. പിന്നെ ഏറ്റവും പ്രധാനമായിട്ട് പറയാനുള്ളത് ഇതിൻ്റെ ഫിംഗർ പ്രിൻറ്റ് സെൻസറോടുകൂടിയാണ് ഇതിൻ്റെ സെക്യൂരിറ്റി അൺലോക്ക് ചെയ്യാനുള്ള വിത്തിൻ സെക്കൻഡ് സാധനം അൺലോക്കാണ്. ഒപ്റ്റിക്കൽ ഡിസ്ക് ഡ്രൈവാണ് ഇതിനകത്ത്. ലൈറ്റ് ലാപ്ടോപ്പ് ഇതിൻ്റെ കളറ് വരുന്നത് VSA സർട്ടിഫൈഡ് ഡിസ്പ്ലേയാണിത്. ട്രൂ ബ്ലാക്ക് തന്നെ നമുക്ക് കാണാൻ പറ്റും. നമുക്ക് LED കാണാൻ ട്രൂ ബ്ലാക്ക്, അതായത് ബ്ലാക്ക് പോയിട്ടാണെങ്കിൽ ലൈറ്റ് ഇല്ലാത്തൊരവസ്ഥ. ട്രൂ ബ്ലാക്കാണ് ഇതിനകത്ത് കിട്ടുന്നതാണ്. പിന്നെ ഇതിൻ്റെ ഈ മോണിറ്ററിൻ്റെ പാനലിൽ ഈ മെറ്റീരിയൽ വരുന്നത് മെറ്റലാണ് കേട്ടോ. അതുപോലെ തന്നെ ഇതിന് ഫ്രണ്ട് ക്യാം ഫുൾ HD അല്ല 720 HD ക്ലാരിറ്റി വരുന്ന ഒരു വെബ് ക്യാമുണ്ട്, മൈക്കുണ്ട്. എല്ലാം കൊള്ളാം. ഈ റേറ്റിന് കിട്ടുന്ന ഞാൻ പ്രതീക്ഷിച്ചല്ല. ഒന്നുമില്ല, കണക്ട് ചെയ്തോട്ടെ. കീബോർഡൊക്കെ ഭയങ്കര സ്മൂത്താണ്. ചിക്ലെറ്റ് കീബോർഡ് എന്നാണ് ഇതിനത് പറയുന്നത്. നല്ല കീബോർഡ് നല്ല എന്താ പറയുക, നല്ല ഫീലിംഗ് കിട്ടും നമുക്ക്. ഇത് ടച്ച് ചെയ്യാൻ തന്നെ ഭയങ്കര രസമാണ്, ടൈപ്പ് ചെയ്യാൻ തന്നെ. കൊള്ളാം. ഡിസ്പ്ലേക്ക് പ്യുവർ ഡിസ്പ്ലേ ആണ്. ഈ പ്രൈസിന് ഈ ഡിസ്പ്ലേക്ക് മാത്രമേ മുതലാവും നമുക്ക് ഈ ഒരു പ്രൈസിൽ. അത്രയും നല്ല ഒരു ഡിസ്പ്ലേ ആണ് അസ്യൂസ് ഈ K15 എന്ന മോഡൽ നൽകിയിരിക്കുന്നത്. 2024 മോഡലാണിത്. ലൂമിന OLED എന്നാണ് LED അവർ പ്രൊവൈഡ് ചെയ്യണ. കൊള്ളാം. ആട്ടെ, ടച്ചും കാര്യങ്ങളൊക്കെ എന്ത് ഫാസ്റ്റാണ്. വിത്തിൻ സെക്കൻഡ്, നോ ലാഗ്. കൊള്ളാം. ഇതിനൂടെ പിന്നെ മൈക്രോസോഫ്റ്റ് ഓഫീസിൻ്റെ 6 മന്ത് സബ്സ്ക്രിപ്ഷൻ ഫ്രീ ആണ് നമുക്ക്. മൈക്രോസോഫ്റ്റ് ഓഫീസ് 6 മന്ത് നമുക്ക് ഫ്രീ ആയിട്ട് ഉപയോഗിക്കാം. വേർഡ്, എക്സൽ എല്ലാം ഉണ്ട്. കൊള്ളാം. ഫുള്ളൊരു ബ്ലാക്ക് തീമോട് കൂടിയാണ് എല്ലാം ഓപ്പൺ ആയിരിക്കുന്നത്. ഫുള്ള് ബ്ലാക്ക് തീമാണ്. LED സ്ക്രീനിൽ ആ ബ്ലാക്ക് വരുമ്പോൾ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ബ്ലാക്കായിട്ട് തന്നെ നമുക്ക് കാണാൻ പറ്റും. മറ്റ് IPS മറ്റ് LCD സ്ക്രീനുകളാണെങ്കിൽ നമുക്ക് ഒരു ലൈറ്റ് ഗ്രേയോടെ കയറി വന്ന് ബ്ലറായിട്ട് നിൽക്കും. നമുക്ക് കണ്ണിനൊക്കെ ഭയങ്കര സ്ട്രെയിൻ ആയിരിക്കും. അതുപോലെ തന്നെ ഈ LED സ്ക്രീനിൻ്റെ സൈഡിൽ നിന്ന് ഏത് വ്യൂ നിന്ന് നോക്കിയാലും നമുക്ക് ഒരു പിക്ചറും നമുക്ക് ഔട്ടാവില്ല. എല്ലാം നമുക്ക് വ്യക്തമായിട്ട് തന്നെ കാണാൻ പറ്റും. നല്ല വൈബ്രൻ്റ് ഡിസ്പ്ലേ ആണ്. എന്താ കളറ്!
യൂട്യൂബ് ഒന്ന് ട്രൈ നോക്കാം നമുക്ക്. ഇതെല്ലാം സെറ്റ് ചെയ്ത് വരുമ്പോഴേക്കും ടൈം എടുക്കും. അതാണ് ഡീറ്റെയിൽസാണ് നമുക്ക് അറിയാൻ പറ്റും. AMD Ryzen 7 5000 സീരീസ്. എന്തൊക്കെ ഒന്നും പറയാനില്ല കേട്ടോ. നെഗറ്റീവായിട്ട് നമുക്ക് യാതൊന്നും പറയാനില്ല തുടക്കത്തിൽ തന്നെ. ഇപ്പോൾ എങ്ങനെ വരുന്നറിയില്ല. 2 months യൂസ് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ അറിയാം ഏത് എങ്ങനെയാവുന്നുള്ളത്. വളരെ ഫാസ്റ്റാണ്. ഓഹോ, യൂട്യൂബ് വീഡിയോ ഒന്നും ചുമ്മാ ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം നമുക്ക്. കൊള്ളാം. ആരെ ഡിഷാരാ നാനോ എഡ്ജ് ഡിസൈനാകുന്ന ട്രൂ കളറാണ് ഇതിൻ്റെ വരുന്നത്. ലോ ലൈറ്റ് പെർഫോമൻസ് റിസൾട്ട്സ് കോമ്പാക്റ്റ് ആർക്കിടെക്ചർ. പ്രോസസ്സർ പവർഫുള്ളാണ്. അസ്യൂസ് ഇൻ്റലിജൻറ്റ് പെർഫോമൻസ് ടെക്നോളജി യൂസ് ചെയ്യുന്നത്. ലാപ്ടോപ്പ് അഡാപ്റ്റർ, യൂസർ ഗൈഡ്, വാറണ്ടി, എല്ലാ വാറണ്ടി കാർഡ് ഉണ്ട്. 1 year വാറണ്ടി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. K15 ഇൻഡി ബ്ലാക്ക് എന്നാണ് അതിൻ്റെ കളറിൻ്റെ പേര്. suitable for processing, multitasking, entertainment, everything use, learning, traveling, etc. അഡാപ്റ്റർ ഉണ്ട്. 65 watts AMD ആണ്. പ്രോസസ്സർ 7, SSD കപ്പാസിറ്റി 512 ആണ്. പ്രോസസ്സർ വേരിയൻ്റ് 5000 AMD R7 5000. എൻ്റെ പൊന്നു, എന്നെ പ്ലാറ്റിയ എന്നെ ലുക്ക അച്ഛ കണ്ടില്ല. ഗ്രാഫിക്സ് ആണ് AMDയുടെ റേഡിയോൺ ഗ്രാഫിക്സാണ് പറയുന്നത്. 8 കോറാണ്. SSD സ്റ്റോറേജ് 64 ബിറ്റ്. Windows 11 1X microSD കാർഡ് ഇതുണ്ട്. NVMe PC മറ്റേ ഇതിൻ്റെ SSD. ഡിസ്പ്ലേ ടച്ച് സ്ക്രീനും ഇല്ല. സ്ക്രീൻ സൈസ് എന്ന് പറയുന്നത് 15.6 ഇഞ്ചാണ്. അതായത് 39.62 സെൻറ്റിമീറ്റർ. ഫുൾ എച്ച് 1920 1080 പിക്സലിൻ്റെ ഫുൾ